6,60,40,3000 വർഷം മുമ്പ് ആകാശത്ത് ഒരു പുതിയ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. രാത്രികാലങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഈ നക്ഷത്രം ദിവസം കൂടുന്തോറും വലിപ്പം വെച്ചു തുടങ്ങി. തുടർന്ന് ആഴ്ചകൾ കൊണ്ട് ചന്ദ്രനോളം വലിപ്പം വെച്ച ഈ നക്ഷത്രത്തെ പകൽ നേരങ്ങളിലും കാണുവാൻ തുടങ്ങി. അങ്ങനെ ഭൂമിക്ക് സൂര്യനെ കൂടാതെ മറ്റൊരു വലിയ നക്ഷത്രവുമുണ്ട് എന്ന് തോന്നിപ്പിക്കും വലിപ്പത്തിൽ ആ ആസ്ട്രോയിഡ് വളർന്നു. ചിക്സ്ലൂബ് ആസ്ട്രോയിഡ്. പറക്കുന്ന ഡൈനോസറുകളെ ഒഴിച്ച് മറ്റെല്ലാ ഡൈനോസറുകളെയും കൊന്നൊടുക്കിയ ആസ്ട്രോയിഡ് ആയിരുന്നു അത്. എന്നാൽ ഇങ്ങനെ ഒരു ആസ്ട്രോയിഡ് വന്നിടിക്കുമെന്ന് നമ്മുടെ ഭൂമിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ആൻജിയോസ്പെർം ടെറസ്ട്രിയൽ റെവല്യൂഷൻ എന്ന പുതിയ ബയോഡൈവേഴ്സിറ്റി 2 കോടി വർഷം മുമ്പേ എങ്ങനെ ഭൂമിയിൽ നടന്നു? സംഭവം ഞാൻ പറഞ്ഞുതരാം. പഠനങ്ങൾ പ്രകാരം ആസ്ട്രോയിഡ് വന്ന് ഇടിക്കുന്നതിന് മുമ്പേ തന്നെ ഡൈനോസറുകൾ വംശനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മനസ്സിലായത് പല ഡൈനോസർ സ്പീഷീസിന്റെ എണ്ണത്തിലുണ്ടായ കുറവിൽ നിന്നാണ്. വ്യക്തമാക്കി തരാം. ഇന്ന് ഭൂമിയിലെ കാറ്റ് സ്പീഷീസുകളെ നോക്കാം. പൂച്ച, പുലി, ജാഗ്വർ, ബോബ് കാറ്റ്, സിംഹം, കടുവ, അങ്ങനെ ഒരുപാട് കാറ്റ് സ്പീഷീസുകൾ ഇന്നുണ്ട്. നാളെ ഒരു കാലത്ത് ഇവയിൽ വളരെ കുറച്ച് സ്പീഷീസ് മാത്രമേ ഭൂമിയിലുള്ളൂ എങ്കിൽ അതിന്റെ അർത്ഥം ഭൂമിയിലെ കാറ്റ്സ് എല്ലാം വംശനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇത് തന്നെയാണ് ഡൈനോസറുകൾക്കും നടന്നത്. ആസ്ട്രോയിഡ് ഇടിക്കുന്നതിനും 2 കോടി വർഷം മുമ്പേ ഡൈനോസറുകളിലെ പല സ്പീഷീസുകളുടെയും എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നതായി കാണാം. ഡൈനോസറുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ ഇതേ കാലഘട്ടങ്ങളിൽ തന്നെ ഭൂമിയിൽ മറ്റൊരു മാറ്റം നടന്നിരുന്നു. ATR അഥവാ ആൻജിയോസ്പെർം ടെറസ്ട്രിയൽ റെവല്യൂഷൻ എന്നൊരു അത്ഭുതം. സംഭവം വിശദമാക്കി തരാം. ആസ്ട്രോയിഡ് വന്ന് ഭൂമിയിലിടിച്ചാൽ ഭൂമിയിലെ ജീവനുകൾക്ക് നിലനിൽക്കുവാൻ വേണ്ട റിസോഴ്സിന്റെ ലഭ്യതയിൽ വളരെയധികം കുറവുണ്ടാകും. എന്നാൽ വളരെ കുറച്ച് റിസോഴ്സ് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ബയോഡൈവേഴ്സിറ്റി ഇതേ കാലങ്ങളിൽ ഭൂമിയിൽ രൂപപ്പെട്ടിരുന്നു എന്നതാണ് അത്ഭുതം. പൂ പൂക്കുന്ന ആൻജിയോസ്പെർം ചെടികളിൽ നിന്ന് തുടങ്ങുന്ന ബയോഡൈവേഴ്സിറ്റി. ആൻജിയോസ്പെർം ചെടികൾ ഭൂമിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് 14 കോടി വർഷങ്ങൾക്ക് മുൻപാണ്. എന്നാൽ അന്ന് എണ്ണത്തിൽ വളരെ കുറച്ച് മാത്രം ഉണ്ടായിരുന്ന ഈ ചെടികൾ ആസ്ട്രോയിഡ് ഇടി നടക്കുന്നതിന്റെ 2 കോടി വർഷം മുൻപേ 200%, 500% വളർച്ച കൈവരിച്ചതായി കാണാം. ചെടികൾ മാത്രമല്ല, ഈ ചെടികളുമായി ബന്ധപ്പെട്ട പുൽച്ചാടികളുടെ എണ്ണത്തിലും തേനീച്ച, പൂമ്പാറ്റ, ഇവയെ ഭക്ഷിക്കുന്ന ഇൻസെക്ടിവോറസ് ആയ സസ്തനികളുടെ എണ്ണത്തിലുമെല്ലാം വലിയ വളർച്ച നടന്നതായി ഫോസിൽ പഠനത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ച് റിസോഴ്സ് കൊണ്ട് ജീവിക്കുവാൻ കഴിയുന്ന ജീവികളുടെ ഫുഡ് ചെയിൻ ഭൂമിയിൽ പുതുതായി ഉണ്ടായിരിക്കുന്നു. ATR എന്ന ഈ മാറ്റം ആരും മനഃപൂർവ്വം കൊണ്ടുവന്നതല്ല, ഒരു കോയിൻസിഡൻസ് മാത്രമാണ്. പക്ഷേ അതൊരു 1.5 കോയിൻസിഡൻസ് ആയിപ്പോയി. ശരി, ഇവിടെ മറ്റൊരു സാധ്യതയില്ലേ? ആസ്ട്രോയിഡ് ഇടിച്ച ശേഷം ഭൂമിയിലെ റിസോഴ്സ് കുറഞ്ഞപ്പോൾ വളരെ കുറച്ച് റിസോഴ്സിനെ മാത്രം ആശ്രയിച്ചിരുന്ന ജീവികൾ അതിജീവിച്ചു എന്നൊരു സാധ്യത. ഇങ്ങനെ തന്നെയായിരുന്നു പാലിയന്റോളജിസ്റ്റുകൾ കരുതിയിരുന്നത്. പക്ഷേ ഫോസിൽ പഠനങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് അങ്ങനെയല്ല. ഈ ചെറു ജീവികളുടെ ജൈവവൈവിധ്യം ആസ്ട്രോയിഡ് ഇടിക്കുന്നതിന് മുൻപേ നടന്നതായി കാണാം. അതായത് ആസ്ട്രോയിഡ് ഇടിച്ചാൽ ഉണ്ടാവുന്ന അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ കഴിയുന്ന ജീവികളുടെ യുഗപ്പിറവി ആസ്ട്രോയിഡ് ഇടിക്ക് മുൻപേ ഭൂമിയിൽ തുടങ്ങിയിരിക്കുന്നു. എങ്കിലും ഹിരോഷിമ ആറ്റം ബോംബിനേക്കാൾ 100 കോടി ഇരട്ടി ശക്തിയുള്ള ചിക്സ്ലൂബ് ആസ്ട്രോയിഡ് ഇടി നടന്നപ്പോൾ അന്ന് എല്ലാം തീരേണ്ടതായിരുന്നു. പക്ഷേ മറ്റൊരു അത്ഭുതം നടന്നു. അതിനെക്കുറിച്ചറിയുവാൻ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക.